ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ തൊഴിലാളി താമസ കേന്ദ്രത്തിന് തീപിടിച്ച് 49 പേർ മരണപ്പെട്ട സംഭവത്തിൽ 2 മലയാളികളടക്കം 9 പേർക്ക് കുവൈറ്റ് കോടതി കഠിന തടവ് വിധിച്ചു. കെട്ടിടത്തിലെ ക്യാമ്പ് ബോസ് ആലപ്പുഴ സ്വദേശി ജോസഫ് എം മണലേലി പറമ്പിൽ എബ്രഹാമിന് 3 വർഷവും ക്യാമ്പിലെ ജീവനക്കാരൻ കോഴിക്കോട് സ്വദേശി റിയാസിന് 1 വർഷം തടവും ലഭിച്ചു. തെറ്റായ സാക്ഷിമൊഴി നൽകി അശ്രദ്ധ വരുത്തി എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ശിക്ഷ ലഭിച്ച മറ്റുള്ളവർ ഈജിപ്തിൽ നിന്നുള്ളവരാണ്. പ്രവാസി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിൽ 2024 ജൂൺ 12-നാണ് തീപിടിച്ചത്. മരിച്ചവരിൽ 24 പേർ മലയാളികളാണ്. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. കസ്റ്റഡിയിൽ എടുത്തിരുന്ന 2 മലയാളികൾ ഉൾപ്പെടെ 3 ഇന്ത്യക്കാർ, 1 കുവൈറ്റ് പൗരൻ, ഈജിപ്തിൽ നിന്നുള്ള 4 പേർ എന്നിവർക്ക് ജാമ്യം ലഭിച്ചു. അബുദാബിയിലെ 2 പ്രധാന ഹൈവേകളിൽ വേഗപരിധി കുറയ്ക്കുന്നത് പ്രാബല്യത്തിൽ വന്നതായി മൊബിലിറ്റി സെന്റർ. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാന ഹൈവേകളിൽ വേഗപരിധി കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അബുദാബിയിലെ സ്വിഹാൻ റോഡ്, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡ് എന്നീ 2 പ്രധാന ഹൈവേകളിലെ നിർബന്ധിത വേഗപരിധി കുറയ്ക്കാനാണ് നിർദ്ദേശം. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം അബുദാബിക്കും സ്വിഹാനും ഇടയിലുള്ള സ്വിഹാൻ റോഡിലെ വേഗതാ പരിധി മണിക്കൂറിൽ 120 കിലോമീറ്ററിൽ നിന്നും 100 കിലോമീറ്ററായും അബുദാബി ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ഷെയ്ഖ് ഷഖ്ബൌഡ് മെഡിക്കൽ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റൂട്ടായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡിൽ വേഗതാ പരിധി മണിക്കൂറിൽ 160 കിലോമീറ്ററിൽ നിന്നും 140 കിലോമീറ്ററായും കുറയ്ക്കുന്നതാണ് പ്രാബല്യത്തിൽ വന്നത്. അതേസമയം കഴിഞ്ഞ മാസം അബുദാബി മൊബിലിറ്റി സെന്ററാണ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡിന്റെ വേഗതാ കുറവ് ആദ്യമായി പ്രഖ്യാപിച്ചത്. കാരണം ഈ 2 റോഡുകളുടെ വേഗപരിധിയും ഗതാഗത അപകടങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു റോഡ് സുരക്ഷാ തന്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിവേഗ ഇടനാഴികളുടെ പ്രവർത്തനം ആരംഭിച്ചതോടെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനാൽ അപകടത്തിൽ പതിവാക്കുന്ന സാഹചര്യത്തിലാണ് ഈ വേഗത കുറവ്. സിറിയക്കെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ പ്രഖ്യാപിച്ചത് മേഖലയിൽ ആശ്വാസമായി. റിയാദിൽ ഗൾഫ് US ഉച്ചകോടിക്ക് തൊട്ട് മുമ്പാണ് പ്രഖ്യാപനം. സൗദി അറേബ്യ, UAE തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത്. ബഷാർ അൽ അസദിന്റെ ഭരണം അവസാനിച്ചത് അമേരിക്കയ്ക്ക് സ്വീകാര്യമായ രാഷ്ട്രീയ സാഹചര്യം സിറിയയിൽ ഒരുക്കിയിരുന്നു. സിറിയൻ ഭരണാധികാരി അഹമ്മദ് അൽ ഷറയെയും ട്രംപ് കണ്ടു. ഗൾഫ് രാജ്യങ്ങൾക്കും US-നും സിറിയയിൽ നിക്ഷേപ താൽപ്പര്യമുണ്ട്. സംയുക്ത നടപടിയും പ്രതീക്ഷിക്കാം. സിറിയ ഇസ്രായേലുമായി സമാധാന കരാർ ഉണ്ടാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചകോടിക്ക് മുന്നോടിയായി സൗദി കിരീടാവകാശി സൽമാൻ ബിൻ മുഹമ്മദ് മുമ്പാകെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. സിറിയക്കെതിരെയുള്ള ഉപരോധം നീക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു. സിറിയയിലെ സഹോദര ജനതയ്ക്കും സർക്കാരിനും വികസനവും സമൃദ്ധിയും കൈവരിക്കാൻ സഹായിക്കുന്ന സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഈ തീരുമാനമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. മേഖലയിലെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി സിറിയയുടെ രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ പുനരുജ്ജീവനത്തിന് പിന്തുണ നൽകുന്നതിനും പരിശ്രമം നടത്തിയ എല്ലാ സഹോദര രാഷ്ട്രങ്ങളെയും ഒമാൻ അഭിനന്ദിച്ചു. ഒമാനിൽ വർദ്ധിച്ചു വരുന്ന താപനിലയെ തുടർന്ന് ചിക്കൻ പോക്സ് പോലുള്ള സീസണൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും കണക്കിലെടുത്ത് പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തിയതായി ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾ. രക്ഷിതാക്കളുടെ വർദ്ധിച്ചു വരുന്ന ആശങ്ക കൂടി പരിഗണിച്ച് സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ഇന്ത്യൻ സ്കൂൾസ് ഡയറക്ടർ ബോർഡിന്റെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്കൂൾ സമയം പുനർക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ സമയക്രമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. മസ്കറ്റ്, ഡാർസെറ്റ്, വാദി കബീർ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും നൽകിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷിതവും അനുകൂലവുമായ പഠന അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനായാണ് നടപടിയെന്നും മുഴുവൻ ക്ലാസുകളിലെയും സമയക്രമത്തിൽ മാറ്റം വരുത്തിയതായും പ്രിൻസിപ്പൽമാർ രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ വ്യക്തമാക്കി. ISM-ൽ ബാൽവത്തിക്ക മുതൽ 2ാം ക്ലാസ് വരെ രാവിലെ 8:15 മുതൽ 10:45 വരെയാണ് ക്ലാസ് സമയം.
1 മുതൽ 4 വരെ ക്ലാസുകളിൽ രാവിലത്തെ ഷിഫ്റ്റിൽ രാവിലെ 7:50 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ ഉച്ചതിരിഞ്ഞ് 3 മുതൽ വൈകിട്ട് 6 വരെയുമാണ് ക്ലാസ് സമയം. 5 മുതൽ 8 വരെ ക്ലാസുകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും 9 മുതൽ 12 വരെ ക്ലാസുകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയുമാണ് ക്ലാസ് സമയം. പുതുക്കിയ ഷെഡ്യൂൾ അനുസരിച്ച് ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും രക്ഷിതാക്കളോട് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. ISTയിൽ ബാൽവത്തിക മുതൽ 5ാം തരം വരെ രാവിലെ 7:45 ആരംഭിച്ച് 11 മണി വരെയും 6 മുതൽ 12 വരെ ക്ലാസുകളിൽ രാവിലെ 6:45 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുമാകും സ്കൂൾ സമയം. ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാകും ക്ലാസുകൾ. വേനലവധിക്കാലം ആരംഭിക്കുന്നതുവരെ പുതിയ സമയക്രമം തുടരുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. മസ്കറ്റ് ഗവർണറേറ്റിലെ പ്രധാന ട്രാഫിക് മേഖലയായ ബുർജ് സഹ്വ റൗണ്ടബൌട്ട് വിപുലീകരണത്തിന് താൽപര്യം പ്രകടിപ്പിച്ച നിരവധി കമ്പനികൾ. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ മുൻനിര കമ്പനികൾ ഉൾപ്പെടെ 11 സ്ഥാപനങ്ങൾ ബിഡ് സമർപ്പിച്ചതായി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം വ്യക്തമാക്കി. തലസ്ഥാന നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി മന്ത്രാലയം സമഗ്ര പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ബുർജ് സഹ്വ റൗണ്ടബൌട്ടിന്റെ വിപുലീകരണവും നവംബർ 18 സ്ട്രീറ്റിന്റെയും അൽമൗജ് സ്ട്രീറ്റിന്റെയും വികസനവും ഇതിൽ പ്രധാനമാണ്. മസ്കറ്റിലെ ഗതാഗത വെല്ലുവിളികൾ ലഘൂകരിക്കുന്നതിന് ഫലപ്രദമായ പരിഹാരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി ഒരു സമർപ്പിത സംഘത്തെ രൂപവൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നോട്ടുവച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. മസ്കറ്റിലെ ഏറ്റവും തിരക്കേറിയ ചില പ്രദേശങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും തിരക്ക് കുറയ്ക്കാനും ഈ പദ്ധതികൾ സഹായിക്കുമെന്നാണ് കരുതുന്നത്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പുറമെ എളുപ്പമായ ഗതാഗതത്തിന് അനുയോജ്യമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം മസ്കറ്റ് ഗവർണറുടെ ഓഫീസുമായി സഹകരിച്ച് പ്രവർത്തിക്കും. വയർലെസ് ഡിവൈസുകൾ അനധികൃതമായി കടത്താൻ ശ്രമിച്ച യമൻ പൗരനെ ഒമാൻ കസ്റ്റംസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. സർഫെയ്ത്ത് അതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് 24 വയർലെസ് ഡിവൈസുകൾ കണ്ടെത്തിയത്. ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവയെന്നും കസ്റ്റംസ് വ്യക്തമാക്കി. സംഭവത്തിൽ അധികൃതർ നിയമ നടപടികളും സ്വീകരിച്ചു. ഷബാബ് ഒമാൻ 2ന്റെ 7ാമത്തെ അന്താരാഷ്ട്ര യാത്രയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായി ജിദ്ദ തുറമുഖം. ഒമാന്റെ സമുദ്ര പൈതൃക പാരമ്പര്യം, നാവിഗേഷനിലെ സംഭാവനകൾ, ഒമാനും മറ്റ് നാഗരികതകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അതിന്റെ പങ്ക് എന്നിവ എടുത്തു കാണിക്കുന്ന ദൃശ്യ പ്രദർശനങ്ങളും നടന്നു. അടുത്ത ദിവസങ്ങളിൽ ഒമാന്റെ പല ഭാഗങ്ങളിലും താപനില ഉയരും. വടക്കൻ ഗവർണറേറ്റുകളിലായിരിക്കും ചൂട് വർദ്ധിക്കുന്നത്. സൂറിൽ ഇന്നലെ 42.2 ഡിഗ്രി സെൽഷ്യസും സമായിലിൽ 42 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഹംറ, അൽദുറു, ജാലാൻ, ബനി ബു ഹസൻ, ഖസബ്, മുക്ഷിൻ, ഇബ്രി, അൽ അവാബി, മഹ്ദ, ഇസ്കി, ഇബ്ര എന്നിവിടങ്ങളിലെല്ലാം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു.